ഹലോ, അസ്സലാമു അലൈക്കും. അബൂബക്കറാണ്. നമ്മൾ ഒന്ന് രണ്ട് ദിവസങ്ങളിലായിട്ട് എപ്പോഴും വാർത്തകൾ എടുത്തു നോക്കിയാൽ നമുക്ക് മുമ്പിലേക്ക് വരുന്നൊരു വാർത്തയുണ്ട്. ഒരു ഉമ്മയെ മകൻ അതിദാരുണമായിട്ട് കൊല ചെയ്യപ്പെട്ട വാർത്ത. നമുക്ക് ആർക്കും ഇപ്പോഴും അത് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല അല്ലേ? അങ്ങനെ ആ വാർത്ത കേട്ടിട്ട് ഹൃദയം നുറുങ്ങാത്ത, ഹൃദയം വേദനിക്കാത്ത ആരെങ്കിലും ഉണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങളെ ഹൃദയത്തിനെന്തോ തകരാറുണ്ട് എന്നാണ്. നമുക്കുമുണ്ടല്ലോ ഒരു ഉമ്മ. ആ ഉമ്മയുടെ മുഖം നിങ്ങളുടെ മനസ്സിലേക്ക് അപ്പോൾ ഓടിയെത്തിയില്ലേ? വെട്ടിയിട്ട് പിടഞ്ഞു വീഴുമ്പോഴും മോനെ എന്ന് ആർത്ത് വിളിച്ചിട്ടുണ്ടാവും ആ ഉമ്മ. കാരണം സഹിക്കാവുന്നതിലും അപ്പുറമാണല്ലോ ആ വാർത്ത. ഒരു മകൻ ഉമ്മയെ കൊന്നുവെന്ന് നമുക്ക് പറയാനാവുമോ? ഒരിക്കലും കഴിയൂല. കാരണം അതിനുശേഷം വന്ന ഓരോ ചിത്രങ്ങളും ആ ഉമ്മയും മകനും തമ്മിലുള്ള സ്നേഹബന്ധം എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് വരച്ചു കാണിച്ചിട്ടുണ്ട്. അന്ന് ചേർത്ത് നിർത്തിയ അതേ മാതാവിനെയാണ് ഇന്നവൻ ലഹരി തലക്കു പിടിച്ച് തലച്ചോറിലേക്ക് കത്തിയിറക്കി വെട്ടിയത്. ലഹരിക്കടിമയായ ഒരു പിശാച് ഒരു സ്ത്രീയെ കൊലപ്പെടുത്തിയെന്ന് മാത്രം നമുക്ക് വിശ്വസിക്കാം അല്ലേ? മകൻ എന്ന നിലയിൽ അവനെ എന്നല്ല, ലോകത്തൊരാൾക്കും സ്വന്തം മാതാവിന് നേരെ ഒരു ചെറുവിരൽ പോലും അനക്കാനാവില്ലല്ലോ. കാരണം മാതാവിനേക്കാൾ പ്രിയപ്പെട്ടതായി നമുക്ക് ആരുണ്ട് ഈ ലോകത്ത്? പക്ഷേ സിരകളിൽ ഓടുന്ന ചുവന്ന രക്തത്തെ പോലും കറുപ്പാക്കുന്ന ആ ഇരുട്ടു പടർത്തുന്ന ലഹരി ശരീരത്തെ ഉന്മാദത്തിൻ്റെ പരകോടിയിലെത്തിച്ചാൽ പിന്നെ അവർക്ക് എന്തു മനുഷ്യത്വമുണ്ടാവും? സ്വയം നിയന്ത്രിക്കാനാവാത്ത മനുഷ്യ ശരീരത്തിന് ഉമ്മയെന്നോ പെങ്ങളെന്നോ അച്ഛനെന്നോ കൂട്ടുകാരനെന്നോ അയൽവാസിയെന്നോ ഒന്നും ഓർമ്മയുണ്ടാവില്ല. എളുപ്പത്തിൽ കോടികൾ സമ്പാദിക്കാൻ ലഹരി കച്ചവടം നടത്തുന്ന നമ്മുടെ ഈ നാട്ടിൽ പിടിക്കപ്പെട്ടാൽ, ഏറി വന്നാൽ ഫൈനടച്ച് 1 മാസം ജയിലിൽ കിടന്നാൽ ഏത് കേസിലും പുഷ്പം പോലെ പുറത്തിറങ്ങാൻ സാധിക്കുന്ന നിയമമുള്ള നമ്മുടെ നാട്ടിൽ ഇത്തരം വാർത്തകൾ ഇനി കേൾക്കാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാനല്ലാതെ നമ്മൾക്കെന്ത് ചെയ്യാനാവും? മുൻകാലങ്ങളിലൊക്കെ ഉത്തരേന്ത്യയിൽ, മറ്റു ഇതര സംസ്ഥാനങ്ങളിൽ അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളിലൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്ന വാർത്ത നമ്മുടെ നാട്ടിൽ, നമ്മുടെ വീട്ടുമുറ്റത്ത്, നമ്മുടെ വീട്ടകങ്ങളിലൊക്കെ എത്തിക്കൊണ്ടിരിക്കുമ്പോൾ വല്ലാത്ത ഭീതി തോന്നുന്നു. അള്ളാഹു ആ ഉമ്മക്ക് സ്വർഗം നൽകി അനുഗ്രഹിക്കട്ടെ. ഇവിടെ ലഹരിയാണ് പ്രതി. ഭീതി തോന്നാത്ത നിയമങ്ങളും അതിനൊത്താശ ചെയ്യുന്ന ഭരണകൂടങ്ങളും നിങ്ങളും പ്രതികളാണ്. വോയിസ് അവസാനിക്കുന്നു. അസ്സലാമു അലൈക്കും.